ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെള്ളിയാഴ്ച വ്ളോഗ് കണ്ടിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളിതുവരെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. ഈ ഭക്ഷണമൊക്കെ ഉള്ള ഫുഡിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോകട്ടെ. സുഖഞ്ഞായിട്ടുള്ള ദിവസം ഞങ്ങൾ പോവുക. സുഖഞ്ഞാട്ടിന് ഡേ വരുന്ന ദിവസം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാഴ്ച ഡേ വന്നപ്പോൾ ഞങ്ങളങ്ങനെ പോയതാണ്. അപ്പോൾ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ട് മാർക്കറ്റ് തുടങ്ങുക. അപ്പോൾ ഒരു വീടിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ്. അപ്പോൾ നടന്നിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്നിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ നടക്കാൻ വെറുതെ ഒരു നടക്കലും മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി തരാം. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. വല്ലപ്പോഴേക്ക് പോകുള്ളൂ. പിന്നെ അവർ വലിയ കാര്യമായിട്ട് കഴിക്കുകയൊന്നുമില്ല. എന്നാലും നമ്മളങ്ങനെ പോവാം. ഇതാ നമ്മുടെ അവിടേക്ക് പോണ വഴിയായിട്ട് മാർക്കറ്റിലേക്ക് നമ്മുടെ അവിടെ നിന്ന് അങ്ങനെ കടന്നു പോണ വഴിയാണിത്. അവിടെ ഒരു കടയുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കണം. 99 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു കട മേടിക്കുക. ഇത് ഇവിടുത്തെ ഒരു അംഗൻവാടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അംഗൻവാടിയിൽ ആ ഒരു 3 വയസ്സ് തൊട്ടിട്ട് ആവുന്നതുകൊണ്ട് കുട്ടികളാക്കണം. ഒത്തിരി കുട്ടികൾ വരും കേട്ടോ. നമ്മൾ പിള്ളേർ തന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇവിടേക്ക് ഒരുപാട് കുട്ടികൾ വരുന്ന കണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അവരൊക്കെ അവരൊക്കെ പറയണേക്കെ ഇങ്ങടെ ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരോട് ചോദിക്കുമ്പോഴേ ഞാൻ അവരവിടെ പഠിക്കണമെന്നൊക്കെ ചോദിക്കും അവരോട്. പിന്നെ ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കണ വണ്ടികളാട്ടോ. നിറച്ച് വണ്ടികളുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ പൊതുവെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ എന്തായാലും എല്ലാവരും നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇവിടെയൊക്കെ വന്ന് സാധനങ്ങൾ മേടിക്കിട്ടാം. നമ്മുടെ ഇടയ്ക്കൊക്കെ വന്ന് മേടിക്കും ഇവിടെ നിന്ന്. ഇതൊക്കെ ഓരോരോ സാധനങ്ങൾ അവരുടെ ഇതെന്തൊരു പൊറാട്ട പോലെ സാധനത്തുമ്പോൾ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇതൊന്നും ഇതുവരെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇത് രസം ഉണ്ടാവില്ലെന്ന് അറിയില്ലല്ലോ. പണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവരുടേതായ ഒരു കുറേ സാധനങ്ങൾ കുറേ സ്റ്റോളുണ്ടാവും കേട്ടോ. ഫുഡിൻ്റെ പല വെറൈറ്റി ഓഫ് ഫുഡിൻ്റെ ഇതുണ്ടാവും. പിന്നെ അധികം ചിക്കൻ്റെ ഇതൊക്കെ ചിക്കൻ്റെ സാധനങ്ങളാണ്. പക്ഷെ ഇത് നമ്മൾ മുമ്പ് മേടിച്ചിരുന്നുണ്ടോ. പക്ഷേ കുട്ടികൾക്ക് അത് ഇഷ്ടമാവണില്ല. അനുസരിച്ച് ഇത് മേടിച്ചോണ്ട് ഞാൻ തന്നെ തിന്ന് തീർക്കണം ഇത് മേടിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങളത് മേടിക്കാറില്ല. ഇതിപ്പോൾ മില്ലോ ഐസും ഇത് ഡ്രിങ്ക്സ്, അത് ഇഷ്ടംപോലെ ഡ്രിങ്ക്സ് ഉണ്ടാവും ഇവിടെ. അതൊക്കെ ഓരോരോ ഇവരുടെ സാധനങ്ങൾ. ഇത് മേടിച്ച് വെക്കണോണ്ട് സുമിച്ചായിട്ട് ഞങ്ങൾ ഉള്ളപ്പോഴല്ല മുമ്പ്. പക്ഷേ അത്ര രസമില്ലാത്തതുകൊണ്ട് പിന്നെ മേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മേടിച്ചില്ല. പിന്നെ ഡ്രസ്സുകളുണ്ട്, വീട്ടിലിടാനുള്ള പിള്ളേരുടെ ഡ്രസ്സുകൾ, വലിയ ആൾക്കാരുടെ ഡ്രസ്സുകളും ഉണ്ട്. അതൊന്നൊക്കെ നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. ഇതൊരു ഡ്രസ്സൊന്നും ഇവിടെ നിന്ന് അങ്ങനെ മേടിച്ചിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ എല്ലാതരം സാധനങ്ങളും ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് സ്ട്രോബെറിക്കൊക്കെ ഭയങ്കര വില കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ ഭയങ്കര വില തന്നെയാണ്. പിന്നെ സാധാ ഫ്രൂട്ട്സിനൊക്കെ ഇച്ചിരി വില കൂടുതൽ. നമ്മൾ കമ്പാറിൽ പോയി മേടിക്കണേക്കാളും കുറച്ച് ഭയങ്കര വില കൂടുതൽ തന്നെ ഇവിടെ. ഇതാണ് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഫുഡ്. ഒരു റൈസും അതിൻ്റെ മുകളിലൊരു ചിക്കൻ പീസും വെച്ചിട്ടാണ് ഒരു നാസി പറയും, ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സാധനം. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര നല്ല ഇഷ്ടമാണ്. പിള്ളേർക്കും നല്ല ഇഷ്ടമാണ്. അവർക്ക് ഇവിടുത്തെ ഒരു കഴിക്കുന്ന ഒരു സാധനം അവരിതാ ഈ നാസിയും അതിൻ്റെ മുകളിലൊരു ചിക്കനും മേടിച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കും ഇഷ്ടമാണ്. പുറത്തുനിന്ന് എപ്പോൾ എന്ത് കഴിക്കാന്ന് പറഞ്ഞാലും അവർ തന്നെ കഴിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളും കഴിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്